ഹായ്, നമുക്കിന്ന് ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ, 6 സൈഡുള്ള 6 സൈഡുള്ള എല്ലാ സൈഡിനും ഒരേ ലെങ്ത് ഉള്ള ഒരു ഫിഗർ അല്ലേ, അതിനെ റെഗുലർ ഹെക്സഗൺ എന്ന് പറയാം. ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. ആ റെഗുലർ ഹെക്സഗൺ വരച്ചതിന് ശേഷം ആ റെഗുലർ ഹെക്സഗണിൻ്റെ പുറത്തുകൂടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. അതിനെ സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ എന്നാണ് വിളിക്കുക. സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ വരയ്ക്കാനാണ് പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നു. അതിനെന്ത് ചെയ്യുക, ആദ്യം 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ഞാൻ ഇവിടെ വരച്ചു അല്ലേ. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചിട്ടുണ്ട്. ഈ 5 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഞാൻ 5 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം അല്ലേ. ആ 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാനായിട്ട് നമുക്കറിയാം, ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഓരോ ആംഗിളും എത്രയാണ്, 120 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം എനിക്ക് ഈ സൈഡിൽ നിന്നും 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഓക്കെ, പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് ലൈനിൽ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് ഈ സെൻറ്റർ ലൈനിൻ്റെ ഒരു എൻഡിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം 120 ഡിഗ്രിയാണ് എനിക്ക് വരയ്ക്കേണ്ടത്. 120 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 120 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. ഇവിടെയാണ് 120. ഞാനിവിടെ 120 എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. 120 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ എൻഡിൽ നിന്നും 120 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഞാൻ എന്ത് വരച്ചു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എനിക്കിവിടെ എത്ര സെൻറ്റിമീറ്റർ വേണം, 5 സെൻറ്റിമീറ്റർ വേണം അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആൾറെഡി നമ്മുടെ കോമ്പസിൽ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഞാൻ ഈ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് വെക്കുകയാണ്. കോമ്പസ് എടുത്തതിന് ശേഷം 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ എടുത്തു. ഈ 5 സെൻറ്റിമീറ്റർ മാറ്റാതെ വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് തന്നെ എടുത്ത് വീണ്ടും വരയ്ക്കാം. അപ്പോൾ ഈ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം 5 സെൻറ്റിമീറ്റർ എടുത്തൊരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ലെങ്ത് 5 ആയിരിക്കും. ഇനി ഈ 5 വരച്ചില്ലേ, ഈ 5 കട്ട് ചെയ്തില്ലേ, അവിടെ വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒരു 120 സെൻറ്റിമീറ്റർ വരയ്ക്കണം. 120 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. ഇത് ഇങ്ങനെ വരും, ഇത് ഇവിടെ ഇങ്ങേറ്റത്ത് ഇവിടെ വരും 120 സെൻറ്റിമീറ്റർ. ഈ 120 സെൻറ്റിമീറ്റർ അല്ല, 120 ഡിഗ്രി ആംഗിൾ വരും, ഇവിടെയാണ് വരിക. ആ ആംഗിളിൽ ഞാൻ ഈ പോയിന്റുമായിട്ട് വെച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഞാൻ വരയ്ക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരയ്ക്കുമ്പോൾ ഒരു ചെറിയ പോയിന്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. 120 ഡിഗ്രിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അവിടെയും ഞാൻ നേരത്തെ ഈ കോമ്പസ് 5 അല്ലേ എടുത്ത് വെച്ചിരിക്കണേ അല്ലേ. 5 തന്നെ ആയിരിക്കും ഇപ്പോൾ. കറക്റ്റ് 5 ആണ് അല്ലേ. 5 ആണോ, കറക്റ്റാണോ? ഒരു കൂടെ നോക്കട്ടെ. കറക്റ്റ് 5 ആണ്, ഞാൻ മാറ്റിയിട്ടില്ല. ആ 5 തന്നെ ഇവിടെ വെച്ചതിന് ശേഷം വീണ്ടും ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ അതും 5 ആയി അല്ലേ. വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുക. വീണ്ടും പ്രൊട്രാക്ടർ എടുത്തിട്ട് 120 ഡിഗ്രി വീണ്ടും ഇവിടെ വെക്കുക. ഈ സൈഡല്ലേ, ഈ സൈഡിൽ ഇങ്ങനെയാണ് വെക്കേണ്ടത് അല്ലേ. ഈ സൈഡിനാണ് എനിക്ക് 120 വരയ്ക്കേണ്ടത്. അപ്പോൾ ആ സൈഡിൽ തന്നെ പ്രൊട്രാക്ടർ വയ്ക്കുക. സെൻറ്റർ എവിടെ വരിക, ആർക്കിൽ വരിക. ആർക്കിൽ വരുന്ന രീതിയിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഇവിടെ നിന്നും 120 എന്ന് പറയുമ്പോൾ ഈ 0, 10, 20, 100, 120 ഇവിടെ വരും അല്ലേ. 120 ഇവിടെ വരും, ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു, 120 മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ആർക്ക് വരച്ച പോയിന്റും ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. അവിടെയും എനിക്ക് 5 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. ഞാൻ കോമ്പസ് മാറ്റിയിട്ടില്ല, കോമ്പസിൽ ആൾറെഡി 5 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, അവിടെ ഞാൻ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ സൈഡിൽ ഞാൻ വീണ്ടും അടുത്തത്ര വരയ്ക്കണം, 120 ഡിഗ്രി വരയ്ക്കണം അല്ലേ. 120 ഡിഗ്രി വരയ്ക്കാനായിട്ട് ഇവിടെ വയ്ക്കുക. ഇവിടെ നിന്ന് 120 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെയാണ് 120 വരിക. അപ്പോൾ അവിടെ 120 ഡിഗ്രിയുടെ അവിടെ മാർക്ക് ചെയ്യാം. വീണ്ടും നമ്മളിവിടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, ഞാൻ ഓൾറെഡി കോമ്പസിൽ 5 വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ 5 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് 5 ആയിരിക്കും. ഇനി നമുക്ക് ഒരു സൈഡും കൂടെ ഉള്ളൂ. അതിനി നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് വരച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായിക്കോളും, അത് 5 ആയിക്കോളും. 5 ആയിരിക്കും. നമ്മൾ വരച്ച ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം, എങ്കിലും അപ്രോക്സിമേറ്റ്ലി 5 തന്നെ ആയിരിക്കും. കണ്ടോ, ഞാൻ വരച്ചതിൽ 5.2 ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വരച്ചത്. അപ്പോൾ ഇതങ്ങനെയാണ് റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നത്. ഇനി എനിക്ക് ഇതിൻ്റെ പുറത്തുകൂടെ പോകുന്ന ഒരു സർക്കിൾ, അതായത് എനിക്ക് വരയ്ക്കേണ്ടത് സർക്കംസ്ക്രൈബിംഗ് സർക്കിളാണ്. അതിൻ്റെ പേര് സർക്കംസ്ക്രൈബിംഗ് സർക്കിളാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഇതിലെ ഏതെങ്കിലും 2 സൈഡുകൾക്ക്
പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇപ്പം ഞാൻ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? ഈ സൈഡിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ കോമ്പസ് വെച്ച് ഈ സൈഡിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ മെഷർമെൻറ്റിൽ ലെഫ്റ്റ് സൈഡിൽ കോമ്പസ് വെച്ചിട്ട് മെഷർമെൻറ്റ് മാറ്റുന്നത് മുകളിൽ ആർക്ക് കട്ട് ചെയ്യുക, താഴത്തെ ആർക്കും കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അതായിരിക്കും ആ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, അത് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഈ വേറെ ഏതെങ്കിലും ഒരു സൈഡ്, ഞാനിപ്പോൾ ഈ സൈഡാണ് എടുക്കാൻ പോണേ, ഈ സൈഡ് അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് എടുക്കാം അല്ലേ. ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ഇവിടെയും അതേപോലെ പകുതി കൂടുതൽ ലെങ്ത് എടുക്കുക. പകുതി കൂടുതൽ ലെങ്ത് എടുത്തിട്ട് ഓക്കെ കുറച്ചുകൂടെ കൂട്ടിയെടുക്കുക. കാരണം ഈ ആർക്കും കൂടെ ഒരുമിച്ച് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. കുറച്ചുകൂടെ കൂട്ടിയെടുത്തിട്ട് ഇവിടെയും കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്യുക. അടുത്ത് അപ്പുറത്തെ എൻഡിൽ വെച്ചിട്ട് വീണ്ടും ഈ ആർക്കുകൾ കട്ട് ചെയ്യണം. ഓക്കെ, ആ കട്ട് ചെയ്ത ആർക്കുകൾ തമ്മിൽ നമ്മൾ സ്കെയിൽ വെച്ച് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് വരയ്ക്കുക. ജോയിൻ ചെയ്ത് വരച്ചു. അപ്പോൾ ഇപ്പോൾ വരച്ച രണ്ട് ബൈസെക്ടറും തമ്മിൽ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ, ഞാനിപ്പോൾ ഈ കോർണർ എടുക്കുന്നു, ഏത് കോർണർ ആയാലും മതി, ഏതെങ്കിലും ഒരു കോർണർ വരെ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതിലെ എല്ലാ കോർണറിൽ കൂടെയും കടന്നു പോകും. ചെറിയ വേരിയേഷൻസ് വരും. ഞാനിപ്പോൾ വരച്ചതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. കാരണം ഞാൻ വരച്ചത് വീഡിയോയ്ക്ക് വേണ്ടി വരച്ചത് കൊണ്ട് ഓരോ വരച്ചതിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് വരച്ചാൽ കറക്റ്റ്, ഇവിടെ ഒരു ചെറിയ വേരിയേഷനേ ഉള്ളൂ, ഒരു 0.5 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരയ്ക്കേണ്ടത്, ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ സർക്കംസ്ക്രൈബിങ് സർക്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണുക, വീഡിയോ വരച്ച് നോക്കുക, കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു മില്ലിമീറ്ററിൻ്റെയൊക്കെ വേരിയേഷൻസ് ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. ഓക്കെ, അതുകൊണ്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.